ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തൊട്ട് മുൻപ് കണ്ട സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മൂന്നാറിൽ 2ാം ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേജ് കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. ചെറുതെന്ന് പറയാൻ കാര്യം വളരെ കുറച്ച് ചെടികളേ ഉള്ളൂവെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ മെസ്സിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണിത് നന്നായിട്ട് നോക്കുന്നത്. അവരായിട്ട് ഞാൻ കുറച്ച് സമയം സംസാരിച്ചായിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവിടെയുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ളതോ ഇതേ കാണുന്നില്ല, വെളിയിൽ തടികളൊക്കെ മുറിച്ച് ഇരിപ്പിടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വേണമെങ്കിൽ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ എത്തിയത് ഒരുപാട് താമസിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പെസഹ വ്യാഴം രാത്രി 9:30 മണിക്കാണ് ഇവിടെ നമ്മൾ പുറപ്പെട്ടത്. വെള്ളിയാഴ്ച ദിവസം ആയപ്പോഴേക്കും ഫുള്ളും നമ്മളൊന്ന് കാന്തല്ലൂരൊക്കെ ഒന്ന് കറങ്ങി. കാന്തല്ലൂരിന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് നിർത്തിയാണ് ബസ് പോയത് കേട്ടോ. അപ്പോൾ രാത്രി എത്തിയപ്പോൾ 10:30 മണിയായി. പിന്നെ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ക്ഷീണത്തോടെ കിടന്നു. ഉറങ്ങിയവർ ചുരുക്കമാണ് കേട്ടോ. പക്ഷേ ഞാനും എൻ്റെ മക്കളും ഉറങ്ങിയായിരുന്നു. ഇവിടെ കുറച്ച് വെജിറ്റബിൾസും ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ റോസൊക്കെ നന്നായിട്ട് വളർന്നിരിപ്പുണ്ട്. അവർ ഗാർഡനിൽ വരുന്ന വേസ്റ്റുകൾ തന്നെയാണ് ഇതിൻ്റെ താഴെ ഇട്ടിട്ടുള്ളത്. അത് എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഉള്ളിയുടെയും അല്ലാതെ തേയിലച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവരിന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ, ഇന്ന് വെച്ചതിൽ ഇത് രാവിലെ കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. കത്തിരിക്കയൊക്കെ നിൽക്കുന്നത് കുറേ കൂടെ ഉണ്ടായിരുന്നു. അവർ സാമ്പാറിനിടാനൊക്കെ അതെടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഗാർഡൻ ഫ്രഷാണ്. നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ മാക്സിമം വിഷമില്ലാത്ത പച്ചക്കറികൾ ഇതുപോലെ കോട്ടേഴ്സ് ആയിരുന്നാലും ശരി, വില്ലയായിരുന്നാലും അവരിതുപോലെ ചെയ്താൽ പറ്റും കേട്ടോ. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വളരും, അവിടുത്തെ മണ്ണിനും വരുമെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് കേട്ടോ. ഏതൊരു ചെടിയായിരുന്നാലും പൂക്കളായിരുന്നാലും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ചിന്തിച്ചുകൂടാന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ മൂന്നാർ കൂടുതൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ബീട്രൂട്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് അവിടെ കൃഷി ചെയ്യുന്നത് മൂന്നാറിനെ സംബന്ധിച്ച്. അപ്പോൾ കണ്ടോ, ഇവിടുത്തെ കൂടുതലും മിസ്റ്റാണ് മെയിനായിട്ട്. ഈ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 5:30 മണിയായപ്പോഴേ ഉണർന്ന്. പക്ഷേ കതവ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അത്ര വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കഥ അടച്ച് ഒരു 6 മണി ആവുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങി എല്ലാം ഒന്ന് കണ്ട് നോക്കി നിന്ന്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് സ്വെറ്ററൊന്നും ഇട്ടില്ല. അത്ര സ്വെറ്റർ ഇടാമെന്നുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് വേണ്ട, ഓക്കെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു ചുറ്റൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് രണ്ടാദിക്കായ വിളിച്ച് അവരെയൊക്കെ കൂടെ വന്നവരെല്ലാം ഉണർത്തിയത് കേട്ടോ. അവർ അപ്പുറത്തെ സൈഡും ഞാൻ ഇപ്പുറത്തെ സൈഡുമാണ് കിടന്നത് കേട്ടോ. അപ്പോൾ ഒരു 7 ഫാമിലി ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ കൂട്ടി 8 ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അടുക്കള തോട്ടമാണ് കേട്ടോ. തക്കാളി, ടൊമാറ്റോ ഈ ഒരു മൂടോടുകൂടി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഈ കമ്പിൾ നാട്ടിയിരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് കാണിച്ചത്. അത് ബട്ടർ ബീൻസ് അവിടെ കൃഷി ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഒരു ഗാർഡൻ ഫ്രഷ് വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ കണ്ണിൽ കണ്ടത് മുളകും, കത്തിരിക്ക, തക്കാളി ഇത് മാത്രമാണ് കേട്ടോ. എന്നാലും കുറച്ചെങ്കിലും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയല്ലോ എന്നുള്ളതാണ് സന്തോഷം കേട്ടോ. അപ്പോൾ ഇതുപോലെ പെണ്ണുങ്ങളാണ് അവിടുത്തെ മെസ്സിലെ മെയിനായിട്ട് ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാർ കേട്ടോ. സ്ത്രീകളാണ്. അപ്പോൾ നല്ല നീറ്റായിട്ടാണ് അവർ നിൽക്കുന്നത്. ഞാൻ പോയി നോക്കിയായിരുന്നു കിച്ചണൊക്കെ.
നല്ല നീറ്റായിട്ട് ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റതുകൊണ്ടാണ് ഇതെല്ലാം കാണാൻ പറ്റിയത് കേട്ടോ. എനിക്ക് ഞാൻ യാത്രകളിൽ കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് പൂക്കളും ചെടികളും മരങ്ങളും അതിലെ ഇലകളായിരുന്നാലും പൂക്കളുടെ വ്യത്യാസം, അതിൻ്റെ ഭംഗികളൊക്കെയാണ് ഞാൻ ആസ്വദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ക്യാമ്പ് ഫയർ ഇതുപോലെ. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യണമെന്ന് കണക്കാക്കി വന്നതാണ്. പക്ഷേ എല്ലാവരും നല്ല ക്ഷീണിച്ചു. ഒരു ദിവസം ഫുള്ളും യാത്ര, 1.5 ദിവസത്തെ ഫുൾ യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ റെസ്റ്റ് എടുക്കാനെടുത്തത്. അതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഇക്കായും കൂടെ ചേർന്നാണ് അവിടെ നിന്ന് തന്നെ കുറച്ച് നടന്ന് കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇടത് സൈഡും ഒരു ചെറിയ ഒരു പാലത്തിന് താഴെയായിട്ട് അരുവി പോകുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. പക്ഷേ അപ്പുറത്തെ സൈഡും ഉണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു. നമ്മൾ കാണുന്നതിന് മുമ്പേ ശേഷം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. കണ്ട് നല്ല മിസ്റ്റായിട്ട് കിടക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഒരു ഗ്രൂപ്പോടെ ആൾക്കാർ പോയി കണ്ടിട്ടാണ് അങ്ങോട്ടൊരു ചെറിയ ഒരു അരുവിയും കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടത്, ലാൻഡ്സ്കേപ്പും. പക്ഷെ നമ്മളവിടെ രണ്ടാമതാണ് പോയത്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഈ കണ്ടില്ലേ, മൂന്നാറിലെ മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതൊരു വിശക്കാണെന്നാണ് അറിഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ആരും അവിടെ പോകുന്നു വരുന്ന അതിൻ്റെ ഭംഗി കൊണ്ട് പോയി എടുക്കരുത് കേട്ടോ. പിന്നെ രാത്രിയിൽ അവിടെ പന്നി ആനയൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്, കാട്ടുപോത്ത് ഇതൊക്കെ. അപ്പോൾ ഇന്നലെ പന്നി ഇറങ്ങിയതിൻ്റെ ലക്ഷണം അവിടെ കണ്ടു കേട്ടോ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആ മണ്ണൊക്കെ അതാ കുത്തി ഇളക്കിയിട്ടിട്ടുണ്ട്. അതുമല്ല, നമ്മൾ താമസിച്ച കോട്ടേഴ്സിലെ ഗേറ്റിൽ വന്ന് പന്നി ഇടിച്ചതായിട്ടും അവിടെ നമ്മളെ കൂടെ വന്ന് തന്നെ 2-3 പേര് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ സൗണ്ട് കേട്ടു, പക്ഷേ അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു, എന്തെങ്കിലും പട്ടി കുരയ്ക്കുന്നതോ എന്തെങ്കിലും സൗണ്ട് കേട്ടാലും നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങരുത്. ആനയോ ഇതുപോലെ കാട്ടുപന്നിയോ വരുമ്പോഴുണ്ടാവുന്ന സൗണ്ടാണ്, അതുകൊണ്ട് ആരും വെളിയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേഴ്സിൻ്റെ വലത് സൈഡിൽ കൂടെ കുറച്ച് ദൂരം നടന്നു പോയാൽ കാണാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പും മലനിരകളുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഇക്കായും ഫസ്റ്റ് വന്ന ടൈമാണ്. ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ മിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ 2 പേരും ഒറ്റയ്ക്കേ ഉള്ളോട്ട്, ചെറിയ ഇരുട്ടും കൂടെ ആയതുകൊണ്ട് ഒരു പേടിയായിരുന്നു. ഒറ്റയ്ക്ക് വരുമ്പോൾ വല്ല കാട്ടുപന്നിയോ കാട്ടുപോത്തോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചാണകം എല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു. പന്നി കുത്തിയിട്ട അടയാളം ഇതൊക്കെ കണ്ടതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് അത്ര നല്ലതല്ല. പിന്നെ അവിടെ നിന്നും ഒരു 11 മണിയായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ രാവിലെ എണീറ്റെങ്കിലും പിന്നെ ഒരുങ്ങിയിറങ്ങാൻ കുറച്ച് സമയം പിടിച്ചു കേട്ടോ. ഇതാണ് തേയിലത്തോട്ടത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യം. സൂപ്പറാണ്. എത്ര കണ്ടിരുന്നാലും കൊതി തീരില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോവേ മിസ്റ്റ് ഇറങ്ങാൻ തുടങ്ങി. ഇത് കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മിസ്റ്റ് ഇറങ്ങുന്നതാണ് കാണാൻ ഏറ്റവും അടിപൊളി. പക്ഷേ ഈ മൂന്നാറിനേക്കാളും ഞാൻ പൊന്മുടിയിൽ പോയപ്പോഴാണ് നല്ല രീതിയിൽ മിസ്റ്റ് ഇറങ്ങിയത് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ മിസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തണുപ്പുണ്ടായിരുന്നു. ഇത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞനിയൻ കേട്ടോ എണീറ്റൊന്ന് ഹായ് പറയണം കേട്ടോ. ഇതെൻ്റെ മക്കളും പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ യാത്രകളിൽ എനിക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ യാത്രകളെ സമീപിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കൂട്ടത്തോടെ യാത്ര ചെയ്തിരുന്നാലും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതും അങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴോ ചാടുമ്പോഴൊക്കെ ഞാൻ ഛർദ്ദിക്കും. എനിക്ക് ഇങ്ങനെ ഇരുന്ന് യാത്രകൾ കണ്ടങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഛർദ്ദിക്കുക എന്നുള്ളൊരു തോന്നൽ എനിക്ക് പോവും. അങ്ങനെ ഒരു ഇത് എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വട്ടവട കയറുന്ന സ്ഥലം കേട്ടോ. അതിമനോഹരമായ ചന്ദനക്കാടും പിന്നെ ഇവിടെ തന്നെ കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞു, പുലി ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സിംഹവാലൻ കുരങ്ങൻ, കരിങ്കുരങ്ങ്, എന്തൊക്കെ എല്ലാം മാനും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ആന വരും. അപ്പോൾ നമ്മളിവിടെ കണ്ടത് കരിങ്കുരങ്ങിനെ കണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ യാത്രയെക്കുറിച്ച് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഇങ്ങനെ യാത്രകളിൽ ഓരോ കാഴ്ചകളിങ്ങനെ കണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഛർദ്ദിക്കുകയും ചെയ്യും കേട്ടോ. എനിക്കങ്ങനെ ഒരു മോന് ജനിച്ച് 2-3 വയസ്സുള്ളപ്പോൾ ഇക്കാടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയായിരുന്നു കേട്ടോ. ഒരു ഫസ്റ്റ് ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും നീ എന്തിനാണ് ഫ്രണ്ടിൽ ഇരിക്കണേന്ന് പറഞ്ഞ് എന്നെ ബാക്കിലോട്ട് പിടിച്ചിരുത്തി കേട്ടോ. ഒരു 10 മിനിറ്റ് തികയണ്ട ഞാൻ നല്ല രീതിയിൽ ഛർദ്ദിച്ചു. ഒരുപാട് ഇങ്ങനെ നല്ല ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ടൂറ് പോയിരുന്നാലും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്നിൽ എനിക്ക് വാതിൻ്റെ ജനലിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിക്കണം കേട്ടോ. അല്ലാതെ ഞാൻ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഛർദ്ദിക്കും, ഉറപ്പാണ്. ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണെങ്കിൽ ഛർദ്ദിക്കില്ല. അത് ചിലരൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ആർക്കും ആരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നതോ മാറിയിരിക്കുന്നതോ ഒന്നുമല്ല. നമ്മൾ ഓരോരുത്തരുടെ ആസ്വദിക്കുന്നതിൻ്റെ രീതി വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ ഛർദ്ദിൽ വന്നാൽ ഞാൻ തളർന്നു പോകും. പിന്നെ ആ കൂടെ വന്നവരെല്ലാവർക്കും ആ ട്രിപ്പ് വെറുതെ കുളമാവും. ഞാൻ കാരണം കുളമാവണ്ടെന്നാണ് ഞാൻ മാക്സിമം പിടിച്ച് നിൽക്കാൻ നോക്കിയത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വട്ടവടയിൽ ഈ പുൽമേടിൽ അവിടെ ആരും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആന ഇറങ്ങിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആരും ഇറങ്ങി ഫോട്ടോ എടുക്കാനോ ഇറങ്ങാനോ പുൽമേടിലിരിക്കാനോ പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ കൂടുതലും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോകുന്ന വഴിയിലൊന്നും ഇടരുത്. കാട്ടിലോ അതുപോലെ റോഡ് സൈഡിലോ ഒന്നും ഇടരുത് കേട്ടോ. മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളത് മടക്കി, ഹാൻഡ് ബാഗ് ആണെങ്കിൽ ഹാൻഡ് ബാഗ്, നമുക്ക് എന്തായിരുന്നാലും ബാഗോ ഹാൻഡ് ബാഗോ എന്തെങ്കിലും കാണുമല്ലോ, അതിൽ മടക്കി ഇങ്ങ് വെക്കാൻ നോക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ വലിച്ചെറിയരുത്. അത് നമ്മുടെ കാട്ടിൽ തന്നെ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് അതിന് ഭക്ഷണത്തിൻ്റെ മണം കാണുമല്ലോ, അത് കഴിച്ച് അതിനെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മളെ കൂടെയുള്ള നമ്മളെ സഹജീവികളെയും കൂടെ നമ്മൾ എപ്പോഴും പരിഗണിക്കണം കേട്ടോ. വട്ടവട കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇനി കാറോ നമ്മുടെ ബസ്സോ ഒന്നും പോയില്ല. ബസ്സും കാറോ എന്നാലും അവിടെ ഇട്ടിട്ട് അവിടെ നിന്നുള്ള ജീപ്പിലാണ് പോകുന്നത്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് അത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ജീപ്പിലിരുന്നതൊന്നും. മൂന്നാറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പോകാനായിട്ട് എൻ്റെ മോള് കയ്യിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു വട്ടവടയുടെ വിശേഷങ്ങളായിട്ട് 3ാമത്തെ പാർട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ കാണുക.